സോറി, ഞാൻ അച്ഛനിരിക്കുമ്പോ ഞാൻ അങ്ങനെ സംസാരിച്ചത് തെറ്റായി. പക്ഷേ സാരല്ല, അസലായി. ചിലപ്പോ അങ്ങനെയും വേണം. ഒരു തെറ്റില്ല. ഒന്നും മേക്കഴുകണമല്ലോ കുട്ടി. ഓ, കിട്ടിയോ? സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ഏജന്റിനോട്. രാവിലെ പോകുമ്പോ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം, മറക്കാതെ. ഒരുപാട് പേർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിനാണ്. സരസു മലയാളിയാണ്. അവക്ക് മാത്രം ഇവിടുത്തെ വിശേഷങ്ങൾ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അപ്പേട്ടനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് കുറെ. എന്റെ വങ്കത്തരങ്ങളാവും കൂടുതലും അല്ലേ? വങ്കത്തരം നല്ലതൊക്കെ ഉണ്ട്, അത് അവള് പറയും. അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അവളേതോ മുന്തിയ ജാതിക്കാരിയാണ്. എന്നാ വിഷുവിന് പറ്റേ ഒന്ന് കേമാക്കാം. എനിക്ക് പറ്റിയ വല്ല ജോലിയും കിട്ടുമോ ഈ ഭാഗത്ത്? എന്തിന്? പണിയെടുക്കാതെ വെറുതെ ഇരിക്കേ. അതൊരു ലൈബിലിറ്റി, ഒരു ഭാരാവില്ലേ? ഞാൻ പണിയെടുക്കുന്നില്ലേ? മീര നിൽക്കുന്ന ഒരു ഭാരമാണെന്ന് ആർക്കാ തോന്നണേ? ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല. എന്നാലും മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാ മതി. മീരയുടെ പങ്കൂടെ ഞാൻ അധ്വാനിച്ചോളാം, പോരെ? എരഞ്ഞിക്കലെ ദേവകമ്മയ്ക്ക് ഒരു മകളില്ലേ? ഉണ്ടായിരിക്കും. ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ കുട്ടിയുടെ ജാതകം ചോദിച്ചിരിക്കുന്നത്ര ഡോക്ടർ മേനോൻ. ഏകദേശം ഉറപ്പിച്ചു എന്നാ കേട്ടത്. ഉറപ്പിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. ഇതാ വേറൊരു ഏജൻസിയുടെ പ്രപ്പോസൽ. സ്റ്റീൽ പാത്രങ്ങൾക്ക് ഇപ്പൊ നല്ല മാർജിനാ. പരമേശ്വര മാഷയുടെ മകൻ രാമു. അതെ, രാമു തന്നെയാ പേര്. അവനിപ്പോ തരക്കെടില്ലാത്ത പണിയൊക്കെ അത്രേ. ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറാ. അതൊന്ന് ശ്രമിച്ചു നോക്കുക. അവരിങ്ങോട്ട് വരണ്ടേ? സിംഗപ്പൂരുകാരുടെ കല്യാണത്തിന് മുമ്പേ നമുക്കിത് നടത്തണം. ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ എന്ന് വെച്ചാൽ ചില്ലറ കാര്യാന്നാ വിചാരം. തൊട്ടേനൊക്കെ കൈക്കൂലി കിട്ടുന്ന ഉദ്യോഗം അല്ലേ? വാസന്തേ, ഇങ്ങോട്ട് വരൂ. പരമേശ്വര മാഷയുടെ മകള് നിന്റെ ഒപ്പം പഠിച്ചിട്ടില്ലേ? ആ കുട്ടിയുടെ ഏട്ടൻ എഞ്ചിനീയർ അല്ലേ? മാഷയുടെ മൂത്ത മകൻ. അറിഞ്ഞൂടാ. എന്തിനാ? നിന്റെ ജാതകം ചേരുമെന്ന് നോക്കാൻ. സിംഗപ്പൂരുകാര് ഇപ്പൊ കാശ് കണ്ട ആൾക്കാരാ. അവർക്ക് എന്ത് തറവാടുത്താ ഉള്ളത്? മാഷൊക്കെ പൂർവികമായിട്ട്. അമ്മേ, എന്റെ കല്യാണത്തിന്റെ വേറൊരു വെപ്രാളം തുടങ്ങുമായിരിക്കും അല്ലേ? നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ മാഷയുടെ ഭാര്യ വീട്ടുകാര്? എനിക്ക് വേണ്ടി അമ്മ തറവാട്ടുകാരെ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട. പിന്നെ നീയാണോ അന്വേഷിക്കാൻ ഇറങ്ങണത്? അതെ, എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്കിഷ്ടം? എന്താ പറഞ്ഞത് നീ? ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിങ്ങളെ രണ്ടാളെ അറിയിക്കും. അതിനെന്താ, നല്ലതല്ലേ? പക്ഷേ അതിന്റെ ചില മാമൂലും ചടങ്ങൊക്കെ ചെയ്യാൻ ഞങ്ങളോട് അറിയണ്ടേ? മാമൂൽ അനുസരിച്ചിട്ടാവില്ല. രജിസ്റ്റർ ഓഫീസില് 2 സാക്ഷികൾ മതി. വേറെ ചടങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആളാരെ എന്താന്ന് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞാൽ മതി. അടിച്ചു പുറംപൊളിക്കുമെന്നാ വിചാരിച്ചത്. ഷോക്ക് മാറിയാൽ ഇനി കലാപം തുടങ്ങും. Bloody hell, this house is something. ആരാ? At last we meet again, my little girl. ആരാ ചേച്ചി? Come on. ആരാ? ബോംബെന്ന് വന്നതാണ്. ടിബിയിലാണ് താമസം എന്ന് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ വഴി വെച്ച് വയ്ക്കുമ്പോഴാണ് എന്നെ കണ്ടത്. അച്ഛൻ്റെ കൊടുത്തേക്ക്. Come on, Miranda, we're waiting. Get ready. ഒന്നുമില്ല പേട്ടാ. ആരാ? വേണ്ടപ്പെട്ടവരാണെങ്കിൽ അകത്തേക്ക് വിളിക്കേ. ബോംബെന്ന് വന്നതാണ്. Who's this beggar? ബഗർ നിന്റെ തന്ത. അരുതാ പേട്ടാ. If you don't come now, I'll come back with a police warrant. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പറയാ, ആരാ ഇത്? അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. മേലൊക്കെ കടിക്കണ്. കിടക്കയിൽ ഉറുമ്പുണ്ടോന്ന് നോക്കൂട്ടി. എന്താ
എനിക്കൊന്ന് പോകേണ്ടി വരും. പോയിട്ട് പിന്നെന്ന് വരും? നിർബന്ധാണെങ്കി വിഷു കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മയെ കാണാതെ വിഷമം തോന്നുന്നുണ്ടാവും. ഇപ്പൊ പോയാലും ചിങ്ങത്തില് വരണം. ചിങ്ങത്തിലാ എന്റെ പിറന്നാള്. പിറന്നാള് ഓണവും അടുത്തടുത്താ. വല്ലേ? പോകാൻ തിരക്കായതുകൊണ്ടാവും ആകെ മീരയ്ക്കൊരു വിഷമല്ലേ? ഇവിടെ ഇരുന്നാ നിങ്ങൾക്കൊക്കെ വേഗം മടുക്കും. കൂടെ തന്നെ കൊണ്ടുപോകാനാ അമ്മയെ മറ്റേലും ടി വി വന്നിരിക്കണല്ലേ? പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ പോകാതെ വയ്യല്ലോ അപ്പേട്ട. ഇഷ്ടമില്ലെങ്കിൽ പോകരുത്. വരാൻ മനസ്സില്ലെന്ന് പറയണം. ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു പട്ടണം കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞാ മനസ്സിലാവൂല. അതുകൊണ്ട് മോശക്കാരനാണ് അപ്പേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. മീര എവിടേക്കും പോണ്ട. ഒരു കുടുംബം പുലർത്താനൊക്കെ എന്റെ അധ്വാനം ധാരാളം മതി. തറവാട്ട് സ്വത്തിന്റെ ഓഹരിയും കണക്കും ഞാൻ നോക്കണില്ല. ഞാനുണ്ട്, എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ. അപ്പേട്ട, വിഡ്ഢിത്തമാണ് ഞാൻ വിചാരിച്ചതെന്നറിയാം. പക്ഷെ പറഞ്ഞത് തെറ്റിയെങ്കിൽ മാപ്പ്. അതിന് കരയാണോ? എന്നെ രക്ഷിക്കാൻ ആദ്യമായി പറഞ്ഞത് അപ്പേട്ടനാണ്. അതില് സന്തോഷമുണ്ട്. എന്നും ഞാൻ ഓർമ്മിക്കും. എന്തോ നമ്മളൊക്കെ ഓരോ തരത്തിൽ തടവി കിടക്കുന്നവരാണ് അല്ലേ? ഇവിടെ പാരമ്പര്യം, തറവാടിത്തം. അവിടെ മീര മറ്റെന്തിന്റെയൊക്കെ ഓടിക്കൊണ്ടേയിരിക്കണം. ഒരു തടവിൽ നിന്ന് വേറൊരു തടവിലേക്ക് വീഴുന്നത് വരെ. വേറെന്ത് ചെയ്യാനാ? വലത്തെ കൈനീട്ട്. ആശക്കുട്ടി ആ പൊതിങ്ങട്. ആശക്കുട്ടിയെ ആഭരണപ്പെട്ടി എടുക്ക. അച്ചമ്മയുടെ പണ്ടങ്ങള് നിന്റെ കാര്യത്തിൽ ഇട്ടൊന്ന് കാണാലോ.